വളരെ നടുക്കുന്ന ഒരുപക്ഷെ ഒരു രാജ്യാന്തര സെക്സ് റാക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘത്തെക്കുറിച്ചാണ് ഇപ്പോൾ മരട് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതിൽ 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ 2 പേരെ പിടികൂടിയിരുന്നു. അവരുടെ പേരുകൾ സിന്ധു എന്നാണ്, 56 വയസ്സുണ്ട് അവർക്ക്. മറ്റൊന്നൊരു അലീനയാണ്. ഏറ്റവും ഒടുവിൽ പൊന്നാനിയിൽ നിന്ന് ഒരു മഞ്ജിമ. അങ്ങനെ 3 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പരാതി ഇങ്ങനെയാണ്: ഇവിടുന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഇവന്റ് ഷോയുടെ ഭാഗമായി, പ്രത്യേകിച്ച് മോഡലിംഗ് ഷോയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആക്കാം, വിദേശത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആക്കാം, ഒരു ഷോക്ക് 50,000 രൂപ വെച്ച് നൽകാം എന്നെല്ലാം പറഞ്ഞാണ് ആ പെൺകുട്ടിക്ക് വിസ നൽകുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയിൽ 4 ലക്ഷം രൂപ വാങ്ങുന്നത്. അവിടെ നിന്ന് ഈ സംഘം അവരെ വിദേശത്തേക്ക് എത്തിക്കുന്നു. വിദേശത്തേക്ക് എത്തിച്ച ശേഷം ഇവർ ഷോയിലേക്കല്ല കൊണ്ടുപോയത്, മറിച്ച് ഹോട്ടൽ മുറിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് നടുക്കുന്ന വിവരമാണ് ആ പെൺകുട്ടി പരാതിയായി പോലീസ് നൽകിയിട്ടുള്ളത്. പല കാര്യങ്ങളിലും ആ പെൺകുട്ടി വിസമ്മതിച്ചു. അതിന് പിന്നാലെ അതിക്രൂര മർദ്ദനം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് കുടുംബത്തിന് അയച്ചു കൊടുത്ത് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെ അങ്ങനെയാണ്. പെൺകുട്ടികളെ ഇത്തരത്തിൽ ആകർഷണീയമായ ശമ്പളം നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സംഘത്തിന്റെ ഭാഗമാക്കി ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കുന്നു. ഇതാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയായി പോലീസ് വിലയിരുത്തുന്നത്. നിലവിൽ ഈ കേസിൽ 5 പ്രതികളാണുള്ളത്. അതിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ബാക്കി 2 പേർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. കേവലം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘമായി പോലീസ് കണക്കാക്കുന്നില്ല. വിദേശത്തേക്കടക്കം നീണ്ടു കിടക്കുന്ന ഒരു വലിയ ശൃംഖല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. മുംബൈയിൽ നിന്ന് പിടിച്ച സ്ത്രീയെയും പൊന്നാനിയിൽ നിന്ന് പിടിച്ച സ്ത്രീയെയും അല്പസമയത്തിനകം തന്നെ എറണാകുളത്തേക്ക് എത്തിക്കും. അവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആ പെൺകുട്ടി, അതായത് പരാതിക്കാരി, കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ്. അവർ തിരിച്ചു വരാൻ പോലും പറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ചില ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അവർ നാട്ടിലേക്ക് എത്തിയത്. പിന്നാലെ തന്നെ പോലീസിൽ പരാതി നൽകി. 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് മരട് പോലീസ് എടുത്തത്. എറണാകുളം സൗത്ത് ACPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം ആരംഭിച്ച് ഏകദേശം ഒരു 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഈ 3 നിർണായക അറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ അറസ്റ്റിലായ ഒരാൾ, അലീന എന്നാണ് പെൺകുട്ടിയുടെ പേര്. അവർ കൊച്ചിയിലെ ഗുണ്ടാ നേതാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഈ പരാതി നൽകിയതിന് പിന്നാലെ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തും എന്ന ഭീഷണി വരെ ഈ പെൺകുട്ടി ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധം കൂടി ഈ സെക്സ് റാക്കറ്റ് സംഘത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മേഖലയിലേക്ക് കൂടി അന്വേഷണം കടക്കുമെന്ന വിവരം ലഭ്യമാകുന്നുണ്ട്.